നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റേക്കി മാസ്റ്ററായ ഷാജിരാമൻ സാറാണ്. നമസ്കാരം സാർ. നമസ്തേ. സാർ, ഈ റേക്കിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. റേക്കി നമ്മുടെ കുടുംബജീവിതത്തിൽ എത്രമാത്രം ഫലപ്രദമാണെന്ന് ഒന്ന് പറയാമോ? നമസ്തേ. അങ്ങേ പോലുള്ള ഒരുപാട് ആളുകള് റേക്കി സംബന്ധമായ വിഷയങ്ങളില് അവബോധമുള്ളവരാണെന്ന് ഈ കാലയളവിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പല യൂട്യൂബ് ചാനലിലൂടെയും പുസ്തകങ്ങളിലൂടെയും അതുപോലെ തന്നെ പലതരം മീഡിയസിലൂടെയൊക്കെ റേക്കി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഏവരും ജീവിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. റേക്കി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തില്, അവരുടെ ദാമ്പത്യ ജീവിതത്തില്, ശാരീരിക, മാനസിക, വൈകാരിക, സാമ്പത്തിക തലങ്ങളില് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. പല ആളുകളും പലതരത്തിലുള്ള ചികിത്സാ രീതികളൊക്കെ പിന്തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഇവിടെ റേക്കിയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത, അതായത് മെഡിസിൻ ഒന്നും കൊടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതി അല്ല. ഇതൊരു കേവലം ഒരു എനർജി ഹീലിംഗ് ആണ്, എനർജി സിസ്റ്റമാണ്. അത് നിങ്ങൾ എന്താണോ, നിങ്ങളുടെ ശാരീരിക പ്രശ്നമാണോ, മാനസിക പ്രശ്നമാണോ, എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതിന് ചെയ്യുക എന്നതാണ്. ചെയ്യുക എന്ന് പറയുമ്പോൾ റേക്കിയെ സംബന്ധിച്ച് റേക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുക. ഒരാളിൽ അവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് റേക്കി നൽകപ്പെടുക എന്നതാണ്. അതിന് അവൻ ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. അത് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. റേക്കി ആർക്കാണോ വേണ്ടത്, അതിപ്പോ തേർഡ് പാർട്ടിക്കാണെങ്കിലും തേർഡ് പാർട്ടിയിലൂടെ ആണെങ്കിലും നമ്മൾക്ക് റേക്കി കൊടുക്കാനായിട്ട് സാധിക്കും. നേരിട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നതാണ്. റേക്കി ശാരീരിക തലം, മാനസിക തലം എന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ശാരീരിക സൗഖ്യം ഉണ്ടാവുക എന്നത് അതിപ്രധാനമാണ്. അത് മാനസിക സൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മാനസിക തലങ്ങളിലുള്ള ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള മാറ്റപ്പെടുത്തലാണ് ശാരീരിക തലത്തിൻ്റെയും മാറ്റപ്പെടുത്തലുകൾക്ക് പ്രധാനപ്പെട്ട കാരണമായിട്ട് നിൽക്കുന്നത്. നമ്മൾ പറയും, നമ്മളുടെ മനസ്സ് ശുദ്ധമായാൽ, മാനസിക തലം ക്ലിയർ ആയിട്ടിരുന്നാൽ ശാരീരിക തലത്തിൽ നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണപരമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് സമ്പത്തിൻ്റെയും കാര്യത്തിലും. മനസ്സും ശരീരവും ശുദ്ധമാവുകയും അതോടൊപ്പം അതിന് സൗഖ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പത്തിക തലത്തിലുള്ള നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്കും വഴിവെക്കും. അത് എപ്രകാരമാണോ, ഒരാളുടെ പ്രശ്നങ്ങൾ എപ്രകാരമാണോ, ഇപ്പൊ ശരീരത്തിന്റെ പ്രശ്നമാണെങ്കിൽ അയാൾ ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് വർഷങ്ങളായിട്ട് നിൽക്കുന്ന തലവേദനയുണ്ട്, നടുവേദനയുണ്ട്, വയറുവേദനയുണ്ട്, എന്താണോ അവന്റെ ആവശ്യം. ഇനിയിപ്പോ കുട്ടികളില്ലാത്ത ആവശ്യങ്ങളായിരിക്കും പറയുക, ചിലപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നടക്കാത്തതിന്റെ, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാത്തതിന്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും പറയുക. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മുടെ ആവശ്യം എന്ത് തന്നെ ആയാലും അത് റേക്കിയോട് പറയുന്ന സമയത്ത് അത് റേക്കി സ്വയം ബോധത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അപ്രകാരം അതിനുവേണ്ടി നമ്മൾ എന്താണോ റേക്കിയോട് പറഞ്ഞുകൊണ്ട് റേക്കി നമ്മൾ കൊടുക്കുമ്പോൾ അത് അയാളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. സർ, കുട്ടികളുടെ പഠനത്തിന് റേക്കി എനർജി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും? കൂടുതലും വിദ്യാർത്ഥികള് എക്സാമിന്റെ ഒരു സമയമാണ്, അവരുടെ പരീക്ഷാ സമയ വേളകളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആദിയും ഭയമൊക്കെ അവർക്ക് കൂടുതലായിട്ട് കാണുന്ന ഒരു സമയം കൂടെയാണ് എക്സാം എടുക്കുമ്പോൾ. അപ്പൊ ഞാൻ ഏതാനും വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടികള് പഠിക്കാൻ മോശമാണോ, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ താല്പര്യക്കുറവുള്ളവരാണോ, അല്ലെങ്കിൽ അവർ എത്ര പഠിച്ചിട്ടും അവർക്ക് അത് തലയിൽ കയറാതെ, അത് നമുക്ക് കൃത്യമായിട്ടുള്ള ആ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ കഴിയാതെ, അതായത് പലരും പറയുന്നത് എനിക്ക് ഭയപ്പാടാണ്, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മക്കുറവാണ്, അല്ലെങ്കിൽ എനിക്കിത് പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ല, ചില സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് കൈ വിറയൽ അനുഭവപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല കുട്ടികളും വിളിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട്.
അപ്പൊ ഞാനത് നേരത്തെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും ഇപ്പൊ അടുത്ത് തന്നെ ഈ പരീക്ഷ അടുക്കുമ്പോഴാണ് പല പേരൻസും വിളിച്ചിട്ട് പറയുന്നത്, സാറേ ഇങ്ങനെ എൻ്റെ മോൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, അവൾക്ക് ഭയങ്കര ഭയമാണ്, അതൊന്ന് മാറ്റാൻ സാധിക്കുമോ, അതിന് റേക്കിയിലൂടെ പരിഹാരം കാണാൻ സാധിക്കുമോ, അത് എത്രമാത്രം വിജയിക്കും, അതിന് പ്രത്യേകമായിട്ട് മെഡിസിനോ വല്ലതും കഴിക്കേണ്ടതായിട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷനോ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ പലരോടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പല പേരൻസിനോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാര്യം കുട്ടികളല്ല ഇത് വിളിക്കുന്നത്, കുട്ടികളാരും വിളിക്കാറില്ല എനിക്ക് ഇങ്ങനെ ഓർമ്മക്കുറവാണ്, പഠിക്കാൻ തോന്നാറില്ല എന്നുകൊണ്ട് അവരാരും വിളിക്കാറില്ല. കാരണം ഈ ആദിയും വ്യാധിയും പ്രശ്നങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത് ഓരോ അച്ഛനമ്മമാരാണ്, ആ കുട്ടികളുടെ പേരൻസ് ആണ്. അവർക്കാണ് കുട്ടികൾ പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് അവരെയാണ്. അപ്പൊ ഓരോ പേരൻസിനോടും ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പേ, ഇപ്പൊ 10ാം തരത്തിലും അല്ലെങ്കിൽ +1ഉം +2 ഒക്കെ പഠിച്ച് ഹയർ സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് തുടക്കത്തിലേ നമ്മൾ മുളയിലേ നുള്ളുക എന്ന ഒരു തിയറി തന്നെയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. പഠിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഓർമ്മക്കുറവുള്ള കുട്ടികളെ ചെറുപ്പത്തിലേ തന്നെ അവരുടെ ആ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് റേക്കി മാത്രമല്ല, ഏതെല്ലാം ചികിത്സകളാണോ, ഏതെല്ലാം അവർക്ക് വേണ്ടത്, മോട്ടിവേഷൻ ക്ലാസ് ആണോ, അല്ലെങ്കിൽ അവർക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില തിയറികൾ അപ്ലൈ ചെയ്യുകയാണോ, അല്ലെങ്കിൽ ആ റെമഡീസ് ചെയ്യുകയാണോ, എന്താണോ അവർക്ക് ആവശ്യമുള്ളത്. എനിക്ക് തോന്നുന്നു കൂടുതലും റേക്കിയാണ് അതിന് ഫലപ്രദം എന്ന പല മാസ്റ്റേഴ്സും പല ഹീലേഴ്സും ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവസ്ഥനാണ്. കാരണം ആളുകൾ വിളിക്കുകയും അവർക്ക് അത്തരം വിളിച്ചു വന്നിട്ടുള്ളതായിട്ടുള്ള ആ കുട്ടികളെ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ അവരുടെ എനർജി ലെവലില് അവരുടെ ഓരോ ചക്രാസിനെയൊക്കെ ഹീൽ ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള താല്പര്യം ജനിക്കത്തക്ക രീതിയിലുള്ള പ്രോസസ്സാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ പരീക്ഷ ടൈമിലല്ല പറയേണ്ടത്. കാരണം ഇപ്പോ നാളെ പരീക്ഷ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഹീൽ ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം അവരെന്താണോ പഠിച്ചു വെച്ചിട്ടുള്ളത്, അവരെന്താണോ അവരുടെ പുസ്തകത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്, അവരുടെ ബ്രെയിനിലെ ഉപബോധം മനസ്സിൽ കിടക്കുന്ന ആ സംഗതിയെ പുറത്തെടുക്കുക മാത്രമാണ് എനർജി ഹീലിംഗ് കൊണ്ട് സാധ്യമാക്കുന്നത്. അപ്പൊ അത് നമ്മൾ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഇന്ന് നമ്മൾ ഹീൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു പഠിക്കുന്ന കുട്ടിക്ക് എക്സാം ആണ് എങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2 വീക്സിന് മുമ്പേ ഹീലിംഗ് കൊടുക്കണം. അപ്പോ ആ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. നമ്മുടെ മുന്നിൽ അത് ഡിസ്റ്റന്റ് ആയിട്ടോ ഒക്കെ ചെയ്യാം. നമ്മുടെ നേരിട്ട് വരണമെന്നൊന്നുമില്ല, ഡിസ്റ്റന്റ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കുട്ടിയുടെ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഇപ്പോ ഫോട്ടോയിൽ പണ്ടൊക്കെ ഫോട്ടോ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഇപ്പൊ നമുക്ക് അത് വീഡിയോ കോളിലൂടെയൊക്കെ നമുക്ക് വളരെ എളുപ്പം ചെയ്യാനും അതിന് നല്ല ഒരു റിസൾട്ടും ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോ തീർച്ചയായിട്ടും പല മുന്നുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തതും. ശരിക്കും പറഞ്ഞാൽ ഞാനല്ല ആ റിസൾട്ടിനെ പറ്റി പറയേണ്ടത്. കാരണം ഇതുപോലെ പഠിച്ച് മിടുക്കരായി നല്ല റിസൾട്ട് നേടിയിട്ടുള്ള കുട്ടികളും അല്ലെങ്കിൽ അവരുടെ പേരൻസും ആണ് ഇതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കുട്ടികളെ ഒരു റേക്കി ഹീലറായിട്ടുള്ള റേക്കി മാസ്റ്റർ ആണെങ്കിൽ വളരെ നല്ലത്. അത്തരം ആളുകളെ കൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ ആ ഹീലിംഗിന് വിധേയനാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അതിന് മുന്നേ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത്.